ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൾസർ 220യുടെ 2 ഷോക്കുകൾ മാറാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ പൾസറിൻ്റെ കുപ്രസിദ്ധമായിട്ടുള്ള ഷോക്ക് അബ്സോർബറുകളാണ്. കാരണം ഏകദേശം ഒരു വർഷത്തോളം യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ബാക്കിന് അടി കിട്ടും. എൻഡ്യൂറൻസിൻ്റെ സ്റ്റോക്കാണ് പൾസറിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് പഴയ അപ്പാച്ചെ 150യുടെ ഷോക്കുകളാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷോക്ക് അപ്ഗ്രേഡ് ചെയ്ത പല 220 ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്നും അഭിപ്രായങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലെത്തിയത്, അതായത് അപ്പാച്ചെ 150യുടെ ഷോക്ക് ഇടാനായിട്ട്. അപ്പോൾ പുതിയ ഷോക്ക് വാങ്ങാന്നുണ്ടെങ്കിൽ ഏകദേശം 3500 രൂപയ്ക്ക് മേളിൽ ഷോക്ക് അബ്സോർബറിന് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് പോളി മാർക്കറ്റിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. തൽക്കാലം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞാനെടുത്ത് ഏകദേശം 900 രൂപയ്ക്കാണ് ഞാൻ പോളി മാർക്കറ്റിൽ നിന്ന് ഇത് വാങ്ങിയത്. അങ്ങനെ നമ്മുടെ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റോക്ക് കിടക്കുന്ന ഒരു ലുക്കാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും, ഒരു നോർമൽ ഹൈറ്റാണ്. പക്ഷേ നമ്മൾ ഈ അപ്പാച്ചയുടെ ഷോക്ക് ഇടാൻ നേരത്തെ തന്നെ നല്ല ഹൈറ്റ് സീറ്റിൻ്റെ ബാക്കിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ പലരുടെയും സംശയമാണ് പൾസർ 220ക്ക് ഏതൊക്കെ വണ്ടികളുടെ ഷോക്ക് അബ്സോർബറുകൾ ഇടാന്നുള്ളത്. അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതാണ്. അങ്ങനെ നമ്മൾ സ്റ്റോക്ക് ഇടുന്ന ഷോക്ക് അഴിച്ചിട്ടുണ്ട്. ഒരു കമ്പാരിസന് വേണ്ടി നമുക്കിത് വെച്ച് നോക്കാം. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും, സ്റ്റോക്ക് കിടക്കുന്ന എൻഡുറൻസിൻ്റെ ഷോക്കിനേക്കാളും ഏകദേശം 1 ഇഞ്ചോളം ഹൈറ്റ് നമ്മുടെ അപ്പാച്ചയുടെ ഷോക്കിന് കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇത് അഡ്ജസ്റ്റബിൾ അല്ല. നമ്മുടെ സ്റ്റോക്ക് കിടന്നത് അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർബറുകളാണ്, പക്ഷേ ഇത് അഡ്ജസ്റ്റബിൾ അല്ല. നമ്മുടെ സ്റ്റോക്ക് കിടന്നേക്കുന്ന ഷോക്കിനേക്കാളും നല്ല ക്വാളിറ്റി, നല്ല വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ജനറേഷൻ അപ്പാച്ചെ 150യുടെ ഷോക്കുകളാണ്. ഇപ്പോൾ ഇറങ്ങുന്നത് ഇത്രയും ലെങ്ത് ഉണ്ടാവില്ല ഷോക്കിന്. നല്ല രീതിയിൽ കംഫർട്ട് വരുന്ന അത്യാവശ്യം ഓഫ് റോഡൊക്കെ കയറാൻ പറ്റിയൊരു ഷോക്കാണിത്. ഞാൻ നല്ലപോലെ ഓഫ് റോഡൊക്കെ കയറ്റിയിട്ട് ഏകദേശം നല്ല രീതിയിൽ ഓടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിലവിലെ സ്റ്റോക്ക് ഷോക്കിനേക്കാളും നല്ല രീതിയിൽ പെർഫോമൻസ് നല്ല മാറ്റമൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ചെറിയൊരു കട്ടർ കയറിയാൽ തന്നെ നമ്മുടെ നടുവിനിട്ടാണ് നല്ല അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു കംഫോർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും പില്യൻ റൈഡറും കൂടി ഉണ്ടാകുമ്പോഴാണ് ഇത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ സിംഗിളായിട്ട് ഓടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കംഫോർട്ട് നമുക്ക് പില്യൻ റൈഡ് കയറി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടും. അങ്ങനെ നമ്മുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള ബാക്ക് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം നല്ല രീതിയിൽ ഹൈറ്റ് വണ്ടിയുടെ കൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഷോക്കിൻ്റെ ഭാഗത്തുനിന്ന് 1 ഇഞ്ചോളം ഹൈറ്റ് കൂടിയപ്പോൾ തന്നെ ബാക്കിൽ ഏകദേശം ഒരു 3 ഇഞ്ചോളം ഓവറോളായിട്ട് കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോക്കിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിലൊന്നും നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യില്ല. കാരണം സ്റ്റോക്കിൻ്റെ അതേ മോഡലാണ് നമുക്ക് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഏകദേശം സെയിം കളറും സെയിം ഷേപ്പും തന്നെയാണ്. പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം ആ അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഒരു ഇത് നമുക്ക് കാഴ്ചയിൽ പെടുള്ളൂ. ഇനി പലർക്കുള്ള സംശയമാണ് പൾസർ 220ക്ക് ഏതൊക്കെ വണ്ടിയുടെ ഷോക്കുകൾ ഇടാമെന്നുള്ളത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 4 വണ്ടികളുടെയാണ് നമുക്ക് ഇടാൻ പറ്റുന്നത്. ഇപ്പോൾ ഇത് അപ്പാച്ചെ 150യുടെയാണ് കിടക്കുന്നത്. പിന്നുള്ളത് CBZൻ്റെ. അതുപോലെ തന്നെ കരിഷ്മയുടെ ഷോക്ക് സ്യൂട്ടാണ്. മാത്രമല്ല ബജാജ് വി. ഇങ്ങനെ 4 വണ്ടികളുടെ ഷോക്കാണ് എനിക്ക് എൻ്റെ അറിവിൽ ഇതിന് സ്യൂട്ടായിട്ടുള്ളത്. പിന്നെ വേറെ ഏതെങ്കിലും വണ്ടികളുടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എൻ്റെ വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.